ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈസി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ മാങ്ങ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ ഞാനിതാ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മാങ്ങയാണ് കേട്ടോ ഉള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 500 മില്ലി പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമല്ല കേട്ടോ, ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ പഞ്ചസാര അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാങ്ങയൊക്കെ പാലുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം വേണം സ്റ്റൗവിൽ വെക്കാൻ. അപ്പോൾ ചൈന ഗ്രാസും ഇതാ കുറച്ചൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗവിൽ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വേണം ചൈന ഗ്രാസും മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ചെറിയ സ്റ്റൗവിൽ ഇവിടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ മാങ്ങയുടെ മിക്സും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ അപ്പുറത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് മറന്നു പോകരുത് കേട്ടോ, അതും ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ മാങ്ങയുടെ മിക്സ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ചൂടായി ആവി വരുന്ന ആ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് ഉരുക്കിയെടുത്തിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളക്കരുത് കേട്ടോ, ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം പിരിഞ്ഞു പോകും. അപ്പോൾ തിളക്കുന്നതിന് മുമ്പ് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൈന ഗ്രാസൊക്കെ ഇതിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഒരു പുഡിംഗ് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടിയായി പോവും. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയപ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഴുത്ത മാങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട് ഞാൻ, അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള പിസ്താഷ്യോ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെക്കേണ്ടി വരും. ഫ്രീസറിലാണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് സെറ്റാവും. അപ്പോൾ അതാ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്